ദോശയ്ക്കും ഇഡലിക്കും അരച്ച മാവ് ചൂട് പാനിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ പിന്നെ എന്താ നടക്കണേന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് റവയും ചേർത്ത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് ചെറുതേയിലിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മാവ് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒരു തവി വെച്ച് മാവ് ഇതുപോലെ അടച്ച് ഒരു 5 മിനിറ്റൂടെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ച് പാനിൽ നിന്ന് വിട്ടു വരുന്നതാ. ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനി ചെറു ചൂടോടുകൂടി തന്നെ ഈ മാവ് നന്നായി കൈവച്ചൊന്ന് കുഴച്ചെടുത്ത് ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ചെറിയൊരു സവോള, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് സോഡാപ്പൊടിയും ചേർത്ത് ഈ മാവിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി ഈ മാവിൽ നിന്ന് ഓരോ ഉരുളകളായി ഉരുട്ടിയെടുത്ത് കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് നടുവിലായി ഇതുപോലൊരു ഹോളും ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ ഉഴുന്നുവടയില്ലേ അതിൻ്റെയൊക്കെ ഷേപ്പിലേക്ക് ഒന്നാക്കി എടുക്കുന്നുണ്ട്. ഈ ഷേപ്പ് ചെയ്തെടുത്ത വട ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഈ ഒരു പരുവത്തിൽ കോരിയെടുത്താൽ നല്ല മൊരുമൊരാതിരിക്കുന്ന വട റെഡി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വൈകിട്ടത്തെ ചായക്കടിയുമായി. അപ്പോൾ എങ്ങനെയാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.